ത്തിന്റെ അതിധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ 14-ാം ദിവസം, നോമ്പിന്റെ 14-ാം ദിവസം ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വന്നിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ, ദൈവമേ ഞങ്ങൾക്കല്ല, യഹോവേ ഞങ്ങൾക്കല്ല, നിന്റെ നാമം മഹത്വപ്പെടാൻ അവിടുത്തെ ദയയും വിശ്വസ്തതയും നിമിത്തം അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് ചെല്ലാം. ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി തിരുസന്നിധിയിൽ വന്നു ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയല്ലോ. അനുദിനം വഴി നടത്തുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുവാനായി ഒരുങ്ങുന്നു. മാതാവിന്റെ ജീവിതത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് ചിന്തിപ്പാൻ, ജീവിതത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന മൂലം, ഈ കൂട്ടായ്മ മൂലം, ഈ സന്തോഷം മൂലം ഞങ്ങൾക്കിടയാകണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദാനമാ നൽകിയ കുഞ്ഞുങ്ങൾ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു അവരെ എല്ലാം തിരുസന്നിധിയിൽ തരുന്നു. വാർദ്ധക്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന വാർദ്ധക്യ മാതാപിതാക്കളെ തിരുസന്നിധിയിൽ തരുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാത്ത് പരിപാലിക്കണമേ. ആരും ആശ്രയമില്ലാതെ ഇരിക്കുമ്പോൾ അവിടുന്ന് ആശ്രയമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. വളർച്ചയിലും പഠനകാര്യങ്ങളിലും എല്ലാം തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ ലോക ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ വഴിയും വാതിലും നീ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് ചേർന്ന് ജീവിപ്പാനും നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് പിരിയാതെ ജീവിപ്പാനും നിന്റെ മക്കൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സൽബുദ്ധിയും വിവേകവും നൽകുവാൻ തക്കവണ്ണം ഇടയാകണമേ. ലോകം മുഴുവൻ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ഇടയാകണമേ. കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തിൽ ശാന്തമാക്കുവാൻ അവിടുന്ന് പടകിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, മേൽപ്പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും അവരവരുടെ വേല നടപടിയായി പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ ശക്തിയും ആരോഗ്യവും ബലവും ബുദ്ധിയും വിവേകവും അവിടെ നൽകി സഹായിക്കണമേ. തിരുവേനിയെയും എല്ലാ മെത്രാപ്പോലിത്തന്മാരെയും അനുഗ്രഹിക്കണമേ. നടക്കുവാൻ പോകുന്ന മെത്രാൻ തെരഞ്ഞെടുപ്പിനെ തിരുസന്നിധിയിൽ തരുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ കഴിവുള്ളവരെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് ബുദ്ധിയും വിവേകവും നൽകുവാൻ അവിടുന്ന് ഇടയാകണമേ. സകലതും നന്മയ്ക്കും കൃപയ്ക്കുമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ, അഭിമന്യ തിരുവേനി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. 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 ദൈവത്തിന്റെ തന്നെ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും ഭക്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹ്യൂസ്റ്റൺ റീജിയനാണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛന് ജന്മദിനമാകിയാൽ അച്ഛനെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് നന്ദി പറയുകയും ആയുസ്സാരോഗ്യങ്ങളോടുകൂടി അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ തുടരുവാൻ അച്ഛനെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് ചർച്ച്, ക്രൈസ്ത ജി ഷെപ്പേർഡ്, സെയിന്റ് ഗ്രിഗോറിയോസ് ഹ്യൂസ്റ്റൺ, സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച്, സെയിന്റ് തോമസ് ചർച്ച്, ഇത്രയും ആൾക്കാർ ചേർന്നാണ് പ്രാർത്ഥന നടത്തുന്നത്. അതും കൂടാതെ
ഓഗസ്റ്റ് 21, ഓഗസ്റ്റ് 22 ദൈവം അനുവദിച്ചാൽ ചർച്ച് കോൺസെക്രേഷന് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ചർച്ചിനെയും അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും മർത്തമറിയ സമാജം ഭാരവാഹികൾ കൊച്ചന്മാരെ എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ജയ വർഗീസ് പാട്ട് പാടുന്നതിന് കേൾക്കാം വേണ്ടി. കേൾക്കാം. ഓക്കെ. യേശു എന്നാടിസ്ഥാനം ആശ്രയാമെനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തും വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തും വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തിയിൽ മേൽ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരും എന്നാഥൻ ദേഹം പുതുതാക്കിടാൻ, വേഗം വരും എന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. പാപത്താൽ എന്നിൽ വന്ന ശാപകരകൾ മാറ്റി, ശോഭിതനീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിതനീതി വസ്ത്രം ആഭരണമായി നൽകും. വമ്പിച്ച ലോകത്തിര കമ്പം തിരുവോളവും മുൻപും പിൻപും ആയവൻ അൻപോടെന്നെ നടത്തും, മുൻപും പിൻപും ആയവൻ അൻപോടെന്നെ നടത്തും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ, ശോകമെന്തെനിക്കതിൽ ഏതു ഭയപ്പെടാ ഞാൻ, ശോകമെന്തെനിക്കതിൽ ഏതു ഭയപ്പെടാ ഞാൻ. വയ്ക്കം തന്മണവാട്ടി ആക്കിയിടും എന്നെ എന്ന് വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനോട്ടും, വാക്കും എൻ്റെ നിനക്ക് തൻ്റെ നീക്കമില്ലാതൊട്ടും. യേശുവെന്നടിസ്ഥാനം ആശയാമെനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആമേൻ. പ്രിയപ്പെട്ട ജയ വർഗീസിനെയും കുടുംബത്തെയും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മെർലിൻ കൊച്ചമ്മയും പ്രാർത്ഥനയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാവരും വേദപുസ്തകം തുറന്ന് വെച്ച് പ്രാർത്ഥനയോടുകൂടിയും ധ്യാനത്തോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു.
പ്രിയപ്പെട്ട ഏലിയാമ്മ മാത്യു ആണ് വായിക്കുന്നത്. ഏലിയാമ്മ മാത്യു വായിക്കുന്നു. കേൾക്കാമോ എലിസബത്തെ? കേൾക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ 2-ാം അധ്യായം 22 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമോ? മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കുവാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനുമായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്നു ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന് എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്ന ഒക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. ബാരിക്കുമോ? പ്രിയപ്പെട്ട ഏലിയാമ്മ മാത്യുവിനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. അച്ഛൻ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ദൈവമേ, ഈ നോമ്പിന്റെ അവസാനത്തിൽ നിത്യകന്യകയായ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെയും സദാരോഹണത്തിന്റെ ഓർമ്മ
നിന്റെ ഇഷ്ടപ്രകാരം വെടിപ്പുള്ള നോമ്പോടും ആത്മശരീരങ്ങളോടും വിശുദ്ധിയോടും കൂടി കഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും കൈക്കൊള്ളപ്പെടുവാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പാനും ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹായിരിക്കുന്നിടത്തുള്ള മേലായ കാര്യങ്ങളെ ചിന്തിപ്പാനും ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമേ, ഭൂമി സംബന്ധമായ കാര്യങ്ങളെയല്ല മേലുള്ള സ്വർഗീയ കാര്യങ്ങളെ വിചാരിപ്പാനും മൃതമറിയാമിന്റെ ഓർമ്മയിൽ മേലുള്ള സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവന്റെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെട്ട് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഭയങ്കര നാളിൽ ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ഞങ്ങൾക്കുള്ള കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ നിന്റെ കൃപകൾക്കും സഹായങ്ങൾക്കും പാപമോചനത്തിനും മാർഗമായി തീരണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛൻ്റെ നേതൃത്വത്തിലും ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 107 പേര് ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലും ഇരുന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ നാം ഇരിക്കുന്നിടം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകുവാനും നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത് എത്ര മനോഹരമായിരുന്നു എന്നുള്ള ആ ബോധത്തോടെ പ്രാർത്ഥിക്കാൻ ഇടതന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ലോകമെങ്ങുമുള്ള മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഒരു പാട്ടാണ് പ്രിയപ്പെട്ട ജെറിൽ ജോയ് പാട്ട് പാടുന്നത്. മാതാവിൻ സ്മൃതിനാദേശത്തും വലുതാക്കി തീർത്തോ നേറ്റം സ്തോത്രം. നിർമ്മലയാം കന്യേ ജനനീ നിന്റെ വാങ്ങിപ്പിൻ പെരുന്നാൾ ഘോഷിച്ചോരിൽ നാദസുതൻ മാതൻ ക്ഷേമം സതതം വാണിടാൻ നാദേ പ്രാർത്ഥിച്ചാലും വാനിടമീ നാളിൽ പാവനമായി തന്മൃതിയാലുലകം വാഴ്ത്തപ്പെട്ടു. കണ്ടാലും വിമലേ നിൻവേർപാട് ഇഹപരലോകങ്ങൾ മോദിക്കുന്നു. സ്ത്രീയന്മാരെല്ലാം നിന്നേ ദിവസം ദിക്കുകളിൽ നിന്നും ചേലോടെത്തി ഇപ്പോരൊപ്പം മൃതരും ഭക്ത്യാ അനുയാനം ചെയ്തോ ഭാഗ്യോന്നതയേ. പ്രിയപ്പെട്ട ജെറിൽ ജോയെ ഏറ്റവും കൂടുതലായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്കായി യാചിക്കുകയും ചെയ്യാം. ഇപ്പോഴ് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നതല്ല, നമ്മൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചമ്മേ, നമുക്ക് എന്നോട് സംസാരിക്കുമ്പോൾ നാമും പ്രാർത്ഥനാപൂർവം ഇരിക്കാൻ ഇടയാകണമേ, പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചമ്മയെ സ്വാഗതം ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു.
ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിയുന്നിടത്തോളം ആളുകൾ അവരുടെ വീഡിയോസ് ഓൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കട്ടെ. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് സ്നേഹത്തോടും കരുതലോടും പരസ്പരം താങ്ങായും ജീവിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയാസത്തിൽ നയിക്കുന്ന ഒരു വാക്കുണ്ട്, ചതി എന്നൊരു വാക്കുണ്ട്. മനുഷ്യർ ചതിക്കുക എന്നൊരു വാക്കുണ്ട്. ഒരിക്കലല്ല, ഒരു വേട്ടക്കാരൻ വേട്ടയ്ക്കായിട്ട് ഒരു വനത്തിലേക്ക് അവിടെ ചെന്നപ്പോ അയാൾക്ക് നേരെ ഒരു സിംഹം പാഞ്ഞെടുത്തു. സിംഹം പാഞ്ഞെടുത്തപ്പോ ഇയാൾക്ക് ഒരു രക്ഷയില്ല. ചാടി ഒരു മരത്തിൽ കയറി. ഇപ്പൊ സിംഹം മരത്തിന്റെ താഴെ നിന്നു. മരത്തിൽ കയറി നോക്കിയപ്പോ അതിന്റെ മുകളിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നു. അപ്പൊ കുരങ്ങൻ പറഞ്ഞു, പേടിക്കണ്ട, നീ ശാന്തമായിട്ട് ഇവിടെ ഇരുന്നോ, സിംഹം എപ്പോഴാ പോകുന്നതെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം, അതുകൊണ്ട് നിന്നെ കാവലായിട്ട് ഞാൻ ഇരുന്നോളാം. കുറച്ചു നേരം കഴിഞ്ഞ് ഈ വേട്ടക്കാരൻ ഉറക്കം വന്നപ്പോ കുരങ്ങൻ പറഞ്ഞു, നീ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഉണർന്ന് നിന്നെ നോക്കിയിരിക്കും. കുറെ നേരം കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോ മനുഷ്യൻ നോക്കിയപ്പോ കുരങ്ങൻ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോ താഴെ ഇരുന്ന സിംഹം മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ ഒരു കാര്യം ചെയ്യ്, ആ കുരങ്ങനെ ഒന്ന് തള്ളി താഴേക്ക് ഇട്ട് തന്നാ മതി, എനിക്ക് ഭക്ഷണം മതി, അതുകൊണ്ട് നീ കുരങ്ങനെ ഒന്ന് തള്ളി താഴോട്ട് ഇട്ടാൽ എനിക്ക് സന്തോഷമാവും, നിന്നെ ഞാൻ വെറുതെ വിടാം. കേട്ട പാതി കേൾക്കാത്ത പാതി ഈ മനുഷ്യൻ കുരങ്ങനെ തള്ളി താഴെ ഇട്ടു കഴിഞ്ഞപ്പോ ഈ കുരങ്ങന് മനസ്സിലായി ഇത് വലിയ ചതിയാണ് എന്ന് മനസ്സിലായി. പക്ഷെ സിംഹം കുരങ്ങനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, നീ മുകളിൽ കയറിയ മനുഷ്യനെ ഒന്ന് തള്ളി താഴേക്ക് ഇട്ടാൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോ കുരങ്ങൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ചതിക്കാൻ ഞാൻ മനുഷ്യനല്ല, ചതിക്കാൻ ഞാൻ മനുഷ്യനല്ല. മനുഷ്യൻ ഇന്ന് മൃഗത്തെക്കാൾ മോശമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൃഗം ഒരിക്കലും മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു മൃഗവും മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ മനുഷ്യനായി തന്നെ നിലനിൽക്കാനും ആഗ്രഹമില്ല. അതാ നമ്മുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അപജയം. നമുക്ക് മനുഷ്യൻ മനുഷ്യനായി തന്നെ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. മൃഗത്തെക്കാൾ മോശമായി മനുഷ്യൻ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ സങ്കടമാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പ് എടുക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു, പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യനായി തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാ, മൃഗസ്വഭാവങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാ. അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ വീണ്ടും മൃഗമായി മാറുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മളെക്കാൾ വീണ്ടും വിചാരമില്ലാത്ത മൃഗത്തിന് മനുഷ്യനാകാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ മൃഗത്തെക്കാൾ കഷ്ടരാകേണ്ട കാര്യമുണ്ട്. നമുക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, മാലാഖമാരെക്കാൾ ശ്രേഷ്ഠമായി നമ്മളെ നിർമ്മിച്ചു, ദൈവത്തിന്റെ സ്വന്തം സ്വരൂപവും സാദൃശ്യവും നമുക്ക് തന്നു. അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പോട്ടെ, ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മെർലിൻ കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരാളാണ്. പുത്തങ്കാവ് ഇടവക അംഗമാണ്. പ്രിയപ്പെട്ട വിജുവച്ചന്റെ സഹധർമ്മിണിയാണ്. കൊച്ചമ്മയെ ഏറ്റവും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എന്നെ കേൾക്കാമോ? കേൾക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകലത്തെ ഉള്ളംകൈയിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ ഈ സമയത്തിൽ പല ദേശത്ത് പല ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങൾ
അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ചയിൽ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള് പരിശുദ്ധ സഭ എത്ര വിശുദ്ധിയോടെ ആചരിക്കുന്നുവോ ആ വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്കും വന്ന് പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധിയുള്ള അമ്മമാരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന് തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കൃപയിൽ നിറച്ച് ജയമുള്ള സ്ലീബായുടെ മറവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. അതിനെല്ലാം പൂർത്തീകരണത്തിലായിട്ട് കർത്താവെ ദൈവവിചാരമുള്ള ദൈവബോധ്യമുള്ള നല്ല അമ്മമാരായി തീരുവാൻ, വിവേകമുള്ള അമ്മമാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏൽപ്പിച്ചിരിക്കുന്ന ഭവനങ്ങളെ കർത്താവെ അവിടുന്ന് കണക്ക് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മയെ പോലെ കണക്ക് അറിയുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആയിരിക്കുന്ന മേഖലകളിൽ, പഠനങ്ങളിൽ, ജോലികളിൽ ഒക്കെ തമ്പുരാന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. വചനം അവിടുത്തേതാകുന്നു. വചനം വേർതിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവും വചനം ശ്രവിക്കുന്നത് അവിടുത്തെ ജനവുമാകിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യമേ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ, ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എബി അച്ഛൻ, മർത്തുമറിയ സമാജത്തിന്റെ സൗത്ത് വെസ്റ്റ് ഡയസസിന്റെ ഭാരവാഹികളെ, കർത്താവിൽ പ്രിയ എല്ലാ അമ്മമാരുമേ, ക്രിസ്തു യേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള്, ഷുനോയോ ലെൻഡ് ഓർ ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഒരുക്കത്തോടെ പരിശുദ്ധ സഭ ഒന്നായിട്ട് ആചരിക്കുന്ന ശ്രേഷ്ഠമായ പെരുന്നാളുകളിൽ ഒന്നാണല്ലോ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള്. മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് നമ്മെ പഠിപ്പിച്ച നല്ല പിതാക്കന്മാരുടെ ആ സത്യവിശ്വാസത്തെ തലമുറയോളം കൈമാറുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി തീരട്ടെ. നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ തെയോട്ടോക്കോസ്, ദൈവത്തെ വഹിച്ചവൾ, അല്ലെ, വൺ ഹു ക്യാരി ഗോഡ് എന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. സമൺ ഹു ക്യാരി ഗോഡ്. ഈ ഓരോ പെരുന്നാളിലും നമ്മോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നതും നമ്മളും ദൈവത്തെ വഹിക്കുന്ന തെയോഫോറോസ് ആയി മാറണം എന്നതാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം. ദൈവത്തെ ഉദരത്തിൽ വഹിച്ച അമ്മ തെയോട്ടോക്കോസ് ആണെങ്കിൽ ദൈവത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും തെയോഫോറോസ് എന്ന പദവിയിൽ നമ്മൾ ദൈവ സ്വഭാവമുള്ളവരായി മറ്റുള്ളവർക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കുവാൻ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവ അംശമുള്ളവരായി തീരുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പിതാക്കന്മാർ സാക്ഷ്യപ്പെട്ടകമായിട്ട് ഉപമിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലെല്ലാം കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയും നമ്മൾ ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. മന്ന നിക്ഷേപിച്ച ചെപ്പായിട്ടും അഹറോന്റെ തളിർത്ത വടിയായിട്ടും നിയമങ്ങൾ അടങ്ങിയ ഫലകമായിട്ടും സ്ലേമോൻ തന്റെ റുമാലായിട്ടും ഒക്കെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ന നിക്ഷേപിത ചെപ്പ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ, എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സസ് 32 to 34, നശിച്ചു പോകാതെ സൂക്ഷിക്കുവാൻ അടയാളമായി ഒരു മന്ന ചെപ്പിനുള്ളിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നു. ബാക്കി മന്ന മുഴുവൻ നശിച്ചു പോകുകയും പുഴുത്തു പോകുകയും ചെയ്യുമ്പോൾ ഒന്ന് മാത്രം ഈ ചെപ്പിനകത്താക്കി സൂക്ഷിക്കപ്പെടുന്നു. രണ്ടാമത് സാക്ഷ്യപ്പെട്ടകത്തിനുള്ളിലുള്ളത് അഹറോന്റെ തളിർത്ത വടിയാണ്. സംഖ്യ നമ്പേഴ്സ് ചാപ്റ്റർ 17 വേഴ്സസ് 8, അഹറോന്റെ തളിർത്ത വടി. ഈ അഹറോന്റെ തളിർത്ത വടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് ആ തളിർപ്പ്? നിത്യപുരോഹിതനായ യേശു തമ്പുരാന്റെ സൂചനയായിട്ടാണ് പരിശുദ്ധ അമ്മയിൽ ഈ തളിർത്ത വടി പിതാക്കന്മാർ കാണുന്നത്. വീണ്ടും പറയുകയാണ്, നിയമങ്ങൾ അടങ്ങിയ നിയമഫലക. വിശുദ്ധ വേദപുസ്തകം വചനമാം ദൈവത്തെ തന്നെ, വചനമായ ദൈവത്തെ തന്നെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയാണ്
പരിശുദ്ധ അമ്മയെ സാക്ഷ്യപെട്ടകമായ ദൃഷ്ടാന്തമായി പിതാക്കന്മാർ പഠിപ്പിച്ചത്, ഒന്ന്, നശിച്ചു പോകാത്ത മന്ന ജീവന്റെ അപ്പമായ ക്രിസ്തു തമ്പുരാനെ വഹിച്ചവള്; രണ്ട്, നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ വഹിച്ചവൾ; മൂന്ന്, നിയമങ്ങളായ വചനത്തെ വഹിച്ചവളായ പരിശുദ്ധ അമ്മ. എന്നാൽ പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കുവാൻ, തെയോഫോറോസ് എന്നൊരവസ്ഥയിലേക്ക് നാം ആയിത്തീരുവാൻ, ഈ വചനത്തെ അനുസരിക്കുന്നവരും വചനത്തെ വഹിക്കുന്നവരും വചനത്തെ കേൾക്കുന്നവരും ഒക്കെ ആയിത്തീരുവാൻ നമ്മൾക്ക് തീരുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ അനുഗ്രഹപ്രാപ്തിക്ക് അത് കാരണമായി തീരുന്നത് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 പെട്ടകങ്ങളെ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ പെട്ടകം മോശക്കുഞ്ഞിനെ വഹിച്ച പെട്ടകമാണ്. അത് ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ പിതാവാം ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്, ഒരു തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ രക്ഷിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ പെട്ടകം നോഹയുടെ പെട്ടകമാണ്. അതൊരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത് കാണുന്നത് സാക്ഷ്യപെട്ടകം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നാലാമത്തെ പെട്ടകമായ പരിശുദ്ധ അമ്മ ദൈവപുത്രനെ വഹിച്ച ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ഇസ്രായേൽ ജനം എന്നൊരു സമൂഹത്തെയും മാത്രമല്ല, ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനുള്ള സാക്ഷ്യപെട്ടകമായി പരിശുദ്ധ അമ്മയെ നമ്മുടെ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഓരോ പെരുന്നാളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, ബിക്കോസ് ഇറ്റ്സ് സോ കോമൺ, ഈവൻ ദ കിഡ്സ് നോ ദാറ്റ്, അല്ലെ? പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചു. ബട്ട് അവർ പോയിന്റ് ഈസ്, ദൈവം മറിയാമിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പുത്രനെ കൊടുപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, മോനെ ദൈവത്തെ വിളിക്കണം. അമ്മമാരുടെ ഏറ്റവും വലിയൊരു ക്ലീഷേ ഡയലോഗാണ്, മോനെ ഗോ ആൻഡ് പ്രേ ഫോർ എ വൈൽ, നീ ദൈവത്തെ വിളിക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഈ എല്ലാം അറിയുന്നവനായ ദൈവം, നമ്മൾ ഷീന വായിച്ചു കേട്ടത് നമ്മൾ ഇങ്ങനെയായിരുന്നു, അവന്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നതുമാണ് എന്ന് വായിച്ചു കേട്ടു, അല്ലെ? ദൈവം നമ്മളെ അറിയുന്നവനാ. ദൈവം എന്നെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇരിക്കുന്ന ഇരിപ്പിൽ, അല്ലെ? നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പിൽ സ്വഭാവം മാറുന്നവരാണ് നമ്മള്. ഇപ്പൊ പ്രെയർ ടൈം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര പ്രയർഫുൾ ആണ്. ഈ പ്രയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലഞ്ച് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വേറൊരാളാണ്. അത് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ വേറൊരാളാണ്. പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം. ദൈവം മറിയാമെ വിശ്വസിച്ചതുപോലെ ദൈവം നമ്മെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മളെ എല്ലാവരെയും ഒരുക്കിയോ എന്നതാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്, ഫെയ്ത്ത് ആക്സെപ്റ്റ്സ് ഗോഡ്സ് പ്ലാൻ. ഫെയ്ത്ത് ആക്സെപ്റ്റ്സ് ഗോഡ്സ് പ്ലാൻ. വിശ്വാസം ദൈവത്തിന്റെ എല്ലാ പദ്ധതികളെയും അംഗീകരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് വിശ്വാസത്തെ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഗോഡ്സ് പ്ലാൻസിനെ എഡിറ്റ് ചെയ്യും. വിശ്വാസത്തെയും നമ്മൾ എഡിറ്റ് ചെയ്യും, ദൈവത്തിന്റെ പ്ലാൻസിനെയും നമ്മൾ എഡിറ്റ് ചെയ്യും. ഈവൻ നമ്മൾ നമ്മുടെ ഒരു സെൽഫി എടുത്താൽ പോലും, നമ്മുടെ ഒരു ഫോട്ടോ എടുത്താൽ പോലും നമ്മളത് ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും സുന്ദരികളാക്കി മാറ്റാൻ, അല്ലെ, നമ്മൾ എല്ലാവിധ പ്രയത്നവും ചെയ്യും. ഇതുപോലെയാണ് പലപ്പോഴും ഗോഡ്സ് പ്ലാനിനെയും നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തെ എന്റെ ഇഷ്ടമായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വാട്ട് അബൌട്ട് അസ്? വി ആർ ബിലീവേഴ്സ് ബട്ട് വി ഫോൾ ഇൻ മെനി വേസ്. പലപ്പോഴും ഈ ഡിയർ, നമുക്കറിയാം, ഡിയർ റൺസ് 80 times more than ടൈഗർ എന്നാണ് സയന്റിഫിക്കലി. ഡിയറിന് 80 times more ടൈഗറിനേക്കാൾ ഓടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ടൈഗർ വിൽ ഈസിലി ക്യാച്ച് ദ ഡിയർ. ഹൗ? കാരണം തിരിഞ്ഞു നോക്കിയാണ് ഈ ഡിയർ ഓടുന്നത്. ഡിയർ എപ്പോഴും ഓടാൻ ശ്രമിക്കുന്നത് തിരിഞ്ഞു നോക്കിയാ. ദാറ്റ്സ് വൈ ദ ഡിയർ വാസ് കോട്ട് ബൈ ടൈഗർ. ഇതുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനയുള്ളവരാണ്. പക്ഷെ പലപ്പോഴും ഈ ലോത്തിന്റെ ഭാര്യയെ പോലെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും സ്റ്റക്കായി പോകുന്നവരും തിരിഞ്ഞു നോക്കുന്നവരാണ്. നമ്മളിൽ പലരും ഈ ഫുഡിൽ മാത്രമായിട്ടൊരു നോമ്പ് നോക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം. എന്നാൽ ഗോഡ്സ് പ്ലാൻസ് എൻ്റെ ജീവിതത്തിൽ തെറ്റില്ല എന്ന്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും
പറഞ്ഞു പഠിക്കാനും മക്കൾക്ക് പറഞ്ഞു പഠിപ്പിക്കാനും ഒരമ്മയ്ക്ക് കണ്ണുനീരിന്റെ നടുവിലും സാധിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയെ പോലെ ഒരു അമ്മയായി തീരാൻ നമുക്ക് സാധിക്കുക. പ്രിയമുള്ള അമ്മമാരെ, ഒരു ഒരു നമ്മളെല്ലാം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥ, വളരെ നിസ്സാരമായ ഒരു കഥയാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാൾ നടന്ന് ഒരു നെല്ലിക്ക ഉണ്ടാവുന്ന മരത്തിന്റെ ചോട്ടിലെത്തി. നെല്ലിക്ക ഉണ്ടാവുന്ന മരത്തിന്റെ ചോട്ടില് അയാൾ ഓർത്തു ഉച്ച സമയമാണ്, സം ടൈം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് ആ നെല്ലിക്ക മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ വലിയൊരു മരം, സച്ച് എ ബിഗ് ട്രീ. കുഞ്ഞു കുഞ്ഞു നെല്ലിക്കകളാണ് അതിലുള്ളത്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ നെല്ലിമരത്തിലേക്ക് നോക്കിയിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയാ, ദൈവമേ, നീ ഇത്രയും പൊട്ടനാണോ? ഇത്രയും വലിയ ഫിഗർ ഉള്ളൊരു മരം ആകാശം മുട്ടെ വളർന്നിരിക്കുക, എന്നിട്ട് നെല്ലിക്കയോ? നമ്മൾ ഒരിക്കലും മാർക്കറ്റിലുള്ള നെല്ലിക്ക അല്ല, നാട്ടിലൊക്കെയുള്ള ഒറിജിനൽ ആയിട്ടുള്ള കുഞ്ഞു നെല്ലിക്ക, കുഞ്ഞു നെല്ലിക്ക ഈ മരത്തെ മുഴുവൻ നിൽക്കുകയാണ്. ഈ കുഞ്ഞു നെല്ലിക്ക മരത്തിൽ മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവം ഇത്ര പൊട്ടനാണോ? ദൈവത്തിന്റെ കാൽക്കുലേഷൻസ് ഇത്ര ചെറുതാണോ? അത് കഴിഞ്ഞ് അയാള് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആ സൈഡിൽ കൂടെയുള്ള കാട്ടിൽ കൂടെ ഇങ്ങനെ ഒരു ക്രീപ്പർ, ഒരു വള്ളി ഇങ്ങനെ കയറി പോവാണ്. ആ വള്ളി ഇങ്ങനെ തറയെ കിടക്കുകയും വലിയൊരു മത്തങ്ങ, പംകിൻ, അവിടെ ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. അപ്പൊ എഗെയിൻ അയാൾക്ക് ചിരി വന്നു. എഗെയിൻ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എഗെയിൻ ഫൂളറി. ഇത്രയും വലിയൊരു മത്തങ്ങയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ബട്ട് അതിങ്ങനെ തറയിൽ കൂടെ ഇങ്ങനെ ക്രീപ്പറായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ആ സ്ഥാനത്ത് ഇത്രയും വലിയൊരു മരത്തില് ഇച്ചിരി ഇല്ലാത്തൊരു നെല്ലിക്കയും. എന്താ ദൈവമേ നിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഇങ്ങനെ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരത്തിൽ നിന്ന് ഒരു നെല്ലിക്ക ഈയുടെ തലയിലോട്ട് വീണു. അയാൾ ഞെട്ടി നോക്കിയപ്പോ നെല്ലിക്കയാ. അയാൾ ഉറക്കെ അറിയാതെ പറഞ്ഞു, ഓ ഗോഡ്, താങ്ക് യു, അവിടുത്തെ കാൽക്കുലേഷൻസ് ഒന്നും തെറ്റിയില്ല. ഈ സ്ഥാനത്ത് മത്തങ്ങയായിരുന്നു ഈ മരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതായിരുന്നു എന്റെ തലയിൽ വന്ന് ഇപ്പൊ വീണിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ തല പൊട്ടിപ്പോകുമായിരുന്നു. അതിൽ നിന്ന് അയാൾ പറയാണ്, ദൈവത്തിന്റെ പ്ലാൻസ് ഒരിക്കലും മാറിപ്പോവില്ല, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അറിയാതെ സംഭവിക്കുകയില്ല. ഇങ്ങനെയാണ് അനേകര് മശിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്ന കാലത്ത് ഒരു ദാസിയായി സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അന്നയുടെയും യുവാക്കിയുടെയും പുത്രിയായിട്ട് ഒരു സാധാരണക്കാരിയായി പുരോഹിതന്മാർ ദേവാലയത്തിൽ വളർത്തുന്ന മാതാപിതാക്കൾ മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുത്ത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള ആ പഴയ വാഗ്ദത്തം, പ്രൊഫസി നിറവേറാൻ വേണ്ടി പരിശുദ്ധ അമ്മ സെലക്ട് ചെയ്യപ്പെട്ടത്. പരിശുദ്ധ അമ്മയെ പിതാവാം ദൈവം സെലക്ട് ചെയ്യുവാൻ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് വന്ദനസ്വരം അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ മറുപടി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതാ ഞാൻ ദാസി, ലോർഡ് സെർവന്റ്, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് സ്വയം പറയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഇത് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ലോർഡ് സെർവൻസിന്റെ ലക്ഷണം എന്ന് 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 24 പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു ലോർഡ് സെർവന്റ് ആവാൻ ഒരാൾക്ക് വേണ്ടത് എന്ന്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 24. And the Lord's servant must not be quarrelsome, but kind to everyone, able to teach, patiently enduring evil, correcting his opponents with gentleness. ഇത്രയുമാണ് ലോർഡ് സെർവന്റിനെ കുറിച്ച് പറയുന്നത്. 4 കാര്യങ്ങളാണ് പറയുന്നത്. The first one, and the Lord's servant must not be quarrelsome. Second thing, kind to everyone. Third one, able to teach. Fourth one, patiently enduring evil. ഇത് 3 ഒരു ലോർഡ് സെർവന്റിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെ? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ, എൻ്റെ വേൾഡ്ലി ആയിട്ടുള്ള പ്ലഷേഴ്സ്, വേൾഡ്ലി ആയിട്ടുള്ള പ്രസ്റ്റീജസ്, വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പേരും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചിരിക്കുന്നത്. വേൾഡ്ലി ആയിട്ടുള്ള നമ്മുടെ സപ്പോർട്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മ. എന്നാൽ പരിശുദ്ധ അമ്മ ഇതാ ഞാൻ ദാസി എന്ന് പറയുമ്പോൾ ഈ ദാസിയായി തീരാൻ ഈ 14 ദിവസം പിന്നിട്ടപ്പോൾ എനിക്ക് സാധിച്ചോ? അത് കാണാൻ സാധിക്കുന്നത് സെയിന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 26 and 27. സെയിന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 26 and 27. ഇത്രയുള്ള കാര്യം, കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോഫാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരി മറിയയും നിന്നിരുന്നു.
യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് കർത്താവ് പറയാണ്, വിമൻ ബിഹോൾഡ് യുവർ സൺ. കർത്താവ് യോഹന്നാനെ കാണിച്ചിട്ട് പറയാണ്, വിമൻ ബിഹോൾഡ് യുവർ സൺ. Then he said to the disciple, behold your mother. And from that hour, the disciple took her to his own home. ആ നാഴികയിൽ തന്നെ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാ പറയുന്നത്. ആ നാഴികയിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് കർത്താവ് യോഹന്നാന്റെ കയ്യിലേക്ക് അമ്മയെ കൊടുത്തപ്പോൾ മുതൽ അവൻ ആ നാഴികയിൽ തന്നെ അമ്മയെ കൈക്കൊണ്ടു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, 1-ാം തീയതി ഓഗസ്റ്റ് 1 ഇതാ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞ് പരിശുദ്ധ നോമ്പ് ആചരിച്ചിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ ക്വാളിറ്റീസിനെ, പരിശുദ്ധ അമ്മേനെ നമുക്ക് കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്തായിരുന്നു? പരിശുദ്ധ അമ്മ തന്നെ ദാസിയാക്കി, സെർവന്റ് ആക്കാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വാക്കാണ് സെർവന്റ്. I am not your servant. Don't think I am servant here. അല്ലെ? അമ്മമാർ ഏറ്റവും കൂടുതൽ മനസ്സിൽ പറയുന്ന കാര്യമാണ്, everybody is thinking that I am servant here. I am not servant. ഇല്ല, പക്ഷെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, ഭവനത്തിൽ ഒരു ശുശ്രൂഷ മനോഭാവം കൂടെയുള്ളവരെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ലിമിറ്റേഷൻസിലും പിടിച്ചു നിൽക്കാൻ, must not be quarrelsome, kind to everyone, able to teach, patiently enduring evil. ഇതാണ് ഒരു ലോർഡ് സെർവന്റിന്റെ ലക്ഷണങ്ങളെന്ന് 2 തിമോത്തി ചാപ്റ്റർ 19 വേഴ്സസ് നമ്മൾ പറയുന്നുണ്ട്. 2 തിമോത്തി ചാപ്റ്ററിൽ നമ്മളിപ്പോൾ അത് വായിച്ചു കേട്ടു, ഒരു ലോർഡ് സെർവന്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണമെന്ന്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 24 നമ്മളത് പറയുന്നുണ്ട്. എന്തായിരുന്നു പരിശുദ്ധ അമ്മ ലിമിറ്റേഷൻസിൽ എന്താ ചെയ്തത്? കന്യക ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോഴും വിവേകത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ പരിശുദ്ധ അമ്മയ്ക്ക്, ലോകത്തിന്റെ നിയമത്തിനെതിരാണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ, കർത്താവെ ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ ഞാൻ ഇത്രത്തോളം നിന്റെ സന്നിധി വന്നിട്ട് മനുഷ്യര് നോക്കുമ്പം എനിക്ക് മാത്രം എന്താ കർത്താവെ ഇങ്ങനെ എന്ന് പലപ്പോഴും സങ്കടപ്പെടാറുണ്ടോ അമ്മ എന്ന നിലയിൽ? ഞാൻ എൻ്റെ മക്കള് മാത്രം എന്താ കർത്താവെ ഇങ്ങനെ? എന്തുകൊണ്ടാ എൻ്റെ മക്കള് മാത്രം ഇങ്ങനെ? എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ? കന്യക ഗർഭം ധരിക്കുക ഈസ് ഇമ്പോസിബിൾ. പക്ഷേ ഞാനും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരാൻ ഇമ്പോസിബിളാ. എന്നിട്ട് എന്താ കർത്താവെ ഇങ്ങനെയെന്ന് ദൈവസന്നിധിയിൽ പരാതി പറയുന്ന അമ്മയാണോ? സെക്കൻഡ് തിങ്, ബേത്ലഹേമിൽ എല്ലാം തന്നോളാം എന്ന് പറഞ്ഞ് യൗസേപ്പ് പിതാവ് കൂട്ടിക്കൊണ്ടുപോയി. ബട്ട് ബേത്ലഹേമിൽ എത്തിയപ്പോൾ നോട്ട് ഈവൻ എ സത്രം, അല്ലെ, നോട്ട് ഈവൻ എ സത്രം, ഒരു സത്രത്തിൽ ഒരു ലോഡ്ജ്, ഒരു റൂം എടുക്കാൻ പോലും, ഒരു ഇന്നില് റൂം എടുക്കാൻ പോലുമുള്ള അവിടെ ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങ് വന്നു. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവെ എന്തോരം നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, വൈ ഇദ്ദേഹം എന്തിനാ ഇദ്ദേഹത്തിന് എന്തിനാ എനിക്ക് തന്നത്? എന്താ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ? അതിനും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് മാത്രമേ അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. തേർഡ് വൺ, ദേവാലയത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ കുഞ്ഞിനെ കാണാതെ പോയി. ഭക്തി ഇല്ലാഞ്ഞിട്ടാണോ ദേവാലയത്തിലേക്ക് പോയത്? ഭക്തി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ വെച്ച് ഒരു കുഞ്ഞിനെ കാണാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും എവ്രിബഡി വിൽ ക്രിട്ടിസൈസ് എ മദർ. നീ എന്ത് ചെയ്യുമായിരുന്നു? ഈ കുഞ്ഞിനെ നോക്കാതെ നീ എന്ത് ചെയ്യായിരുന്നു? അവിടെയും അമ്മ വിവേകത്തോടെ നിന്നു. പ്രിയപ്പെട്ട അമ്മമാരെ, പലപ്പോഴും ലോകം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, നമ്മുടെ സിബ്ലിങ്സ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, നമ്മുടെ ഇൻലോസ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, പരിശുദ്ധ അമ്മ പറയുക, ദേവാലയത്തിലെ മടക്കയാത്രയിൽ വെച്ച് എല്ലാവരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും, എൻ്റെ ഉള്ളിൽ ആ സങ്കടം ഉള്ളപ്പോഴും വിവേകത്തോടെ പരിശുദ്ധ അമ്മ പിടിച്ചു നിന്നതുപോലെ, കർത്താവെ ജീവിതത്തിൽ ആരെല്ലാം എന്നെ ക്വസ്റ്റ്യൻ ചെയ്താലും നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറയാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ അമ്മമാര് പ്രാർത്ഥിക്കണം. ദ ഫോർത്ത് വൺ ഈസ് കാനായിലെ കല്യാണം. കാനായിലെ കല്യാണ വിരുന്നിൽ മറ്റുള്ളവരുടെ കുറവിനെ തിരിച്ചറിഞ്ഞ അമ്മ. ഇന്ന് സമൃദ്ധിയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന്റെ കുറവാണ് നമുക്കല്ലേ? നമ്മുടെ ആ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഒരു തലമുറയ്ക്കുള്ളത് ആ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ ക്ലോസറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു തലമുറയ്ക്കുള്ളത് ആ ക്ലോസറ്റിനകത്ത് ഇരിപ്പുണ്ട്. എവ്രിതിങ്, അല്ലെ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി. എങ്കിലും കുറവുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്, സങ്കടമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്, ടെൻഷൻ ഉള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, നമ്മളെ ഒരിക്കലും ഗോസിപ്പേഴ്സ് ആവാനല്ല ദൈവം. പലപ്പോഴും നമ്മൾ ചോദിക്കും,
എന്താ പ്രോബ്ലം? ആരെങ്കിലും അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഗോസിപ്പർ ആവാൻ വേണ്ടി അല്ല ഒരമ്മയെ ഒരു MMVSന്റെ മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ആനുവൽ ക്യാമ്പിലേക്ക് വിടുന്നത്. മറിച്ച് ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ, സാലി ഐ വിൽ പ്രേ ഫോർ യു, ജോളി ഐ വിൽ പ്രേ ഫോർ യു, അതിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചൊന്ന് ചോദിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ നിനക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്യാം, നിന്റെ അമ്മയും നിന്റെ സഹോദരികളും നാട്ടിലാണെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ പോലും ഐ ആം വിത്ത് യു, ഞാനുണ്ട് നിന്റെ കൂടെ. കാനാവിൽ അമ്മ ചെയ്തത് അതാ. പുത്രൻ തമ്പുരാന്റെ അടുക്കൽ ചെന്നിട്ട് പുത്രൻ തമ്പുരാനോട് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജനറേഷൻസ് ഇത്ര സെൽഫിഷ് ആയി പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും സെൽഫിഷാ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അല്പനേരം സങ്കടപ്പെടാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു പോളിഷ്ഡ് പ്രാർത്ഥന, മറ്റുള്ളവരെ കാണുമ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല. കാണാതെ പോലും ഇത്ര ദിവസം ഞാൻ നിന്റെ കൂടെ ഉപവസിക്കാം, ഞാൻ നിനക്ക് കൂട്ടിരിക്കാം എന്ന് പറയാൻ കർത്താവ് പറഞ്ഞ പോലെ അല്പനേരം നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ സാധിക്കില്ലയോ? അല്പനേരമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഫിഫ്ത്ത് വൺ ഈസ് ക്രൂശിന്റെ ചൂട്ടിലെ പരിശുദ്ധ അമ്മയുടെ വിവേകം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ, ചർച്ചിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് അത് വഷളാക്കാനാണ് നമുക്ക് കഴിവ്, അതോ ഏറ്റവും നന്നായിട്ട് ഹൈഡ് ചെയ്ത് അതിനുവേണ്ടി പോട്ടെ ആരെങ്കിലും ഒക്കെ കോംപ്രമൈസ് ചെയ്യണം? ബിക്കോസ് നമ്മളൊരു ക്രിസ്തീയ ആത്മീയ കൂട്ടായ്മയാണ്. ഇതിൽ നമ്മളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും. നമ്മൾ ആരും ചെറിയവരല്ല, സത്യമാണ്, ആരും ചെറിയവരല്ല. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനാകുന്നു എന്നാണ്. ഏത് കാര്യത്തെയും വലുതാക്കാനും ഏത് കാര്യത്തെയും ചെറുതാക്കാനും നമ്മൾക്ക് സാധിക്കും. അതിന്റെ പേരാണ് വിവേകം. അതിന്റെ പേരാണ് ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ വിവേകം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ ലോകപ്രകാരം തെറ്റായിരുന്നു കന്യക ഗർഭം ധരിക്കുന്നതെങ്കിലും ലോകം ക്വസ്റ്റ്യൻ ചെയ്താലും ദൈവഹിതത്തെ സ്വീകരിച്ചു. അതുപോലെ ദൈവഹിതത്തെ സ്വീകരിക്കാൻ അമ്മമാർക്ക് സാധിക്കട്ടെ. വീണ്ടും ബേത്ലഹേമിൽ തന്റെ പാർട്ട്ണറിന് കുറവുകൾ ഉണ്ടായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും അവിടെ പാർട്ട്ണറുമായി പൊരുത്തപ്പെട്ടതുപോലെ ജീവിതത്തില് നമ്മുടെ ലൈഫ് പാർട്ട്ണറിന്, നമ്മുടെ മക്കളുടെ ഒക്കെ കുറവുകളില് പരിശുദ്ധ അമ്മയെ പോലെ വിവേകത്തോടുകൂടി വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ദേവാലയത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ പുത്രനെ കാണാതെ പോയതുപോലെ സൂക്ഷിച്ചു വെച്ച പലതും നഷ്ടപ്പെടുമ്പോഴും വിവേകത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഖനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നതുപോലെ മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കുരിശിന്റെ ചുവട്ടില് ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ ഇരിക്കുന്ന നല്ല അമ്മയായി തീരണം. അപ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മയോട് യോഹന്നാനോട് പറഞ്ഞ പോലെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈ അമ്മയെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ അമ്മമാരായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. അപ്പൊ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഫെയ്ത്ത് ആക്സെപ്റ്റ്സ് ഗോഡ്സ് പ്ലാൻ. അപ്പോൾ ഇതാ ഞാൻ ദാസി എന്ന് പറയാൻ, ദാസരുടെ ലക്ഷണം എന്തായിരുന്നു? ഒന്നാമത്തെ, the first one, and the Lord's servant must not be quarrelsome. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഈ 14 ദിവസത്തിൽ എത്ര പ്രാവശ്യം എൻ്റെ ക്വാറലിംഗ് ബിഹേവിയർ പുറത്തു വന്നു? ഷണ്ടയിടുന്ന സ്വഭാവം, ചാടുന്ന സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവം, വിട്ടുകൊടുക്കാത്ത സ്വഭാവം എത്ര പ്രാവശ്യം എൻ്റെ പുറത്തു വരുന്നുണ്ട്? എന്തിനാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്? എന്തിനാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത്? ഇന്നലെയേക്കാൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ കൈൻഡ് ടു എവ്രി വൺ, എല്ലാവരോടും കൈൻഡായിട്ട് ആകാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഏബിൾ ടു ടീച്ച്, അത് നമ്മൾ ഭയങ്കര മിടുക്കരാ. എനിക്കൊന്ന് ഏബിൾ ടു ടീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ മാസ്റ്റേഴ്സും പ്രൊഫസേഴ്സും ആണ് മറ്റുള്ളവരെ ടീച്ച് ചെയ്യാൻ, അല്ലേ? നമ്മൾ എപ്പോഴും വിചാരിക്കണം നമ്മളുടെ കാര്യങ്ങളിൽ നമ്മളൊരു സൂപ്പർ അഡ്വക്കേറ്റ്സും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളൊരു സൂപ്പർ ജഡ്ജുമാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വി ഓൾ ആർ റെഡി. ഞാൻ എവിടെയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തു, കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കണ്ണിന് എല്ലാരെയും കാണാൻ പറ്റും, പക്ഷെ കണ്ണിനകത്ത് പൊടി പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് സെൽഫായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പലപ്പോഴും, ബട്ട് വി ആർ റെഡി ടു ടീച്ച്, ബട്ട് in front of new generation is very good, very straight generation. അവർ വളരെ സ്ട്രേറ്റ് ജനറേഷനാ. ഒന്നും ചെയ്യാതെ അങ്ങോട്ട് ടീച്ച് ചെയ്യാൻ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ they won't accept. നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കണം. they won't accept us. നമ്മൾ ഒരാളെ ടീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്നും തന്നെ മറ്റുള്ളവരെ ടീച്ച് ചെയ്യാൻ കർത്താവേ എനിക്ക് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം.
പേഷ്യൻ്റ്ലി എൻഡ്യൂറിങ് ഈവിൾ. ഏത് കാര്യത്തെയും എങ്ങനെയാണ് ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. നമ്മൾ ഏറ്റവും പറ്റാത്ത എന്താണ്? നമുക്ക് പലപ്പോഴും ദോഷം സഹിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പലപ്പോഴും കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തരുന്നതെല്ലാം അവിടുത്തെ അറിവോടുകൂടിയാണെന്ന് ഞാൻ അറിയുന്നു. അവിടുത്തെ അറിവല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല എന്നും ഞാൻ അറിയുന്നു. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനും അവിടുത്തെ ഇഷ്ടം സംസാരിപ്പാനും അവിടുത്തെ ഇഷ്ടം പോലെ ആയിരിക്കാനും നമ്മൾ എപ്പോഴും ഓർക്കുക. സെയിന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 26 and 27, ഇതാ നിന്റെ അമ്മ എന്നും ഇതാ നിന്റെ മകൻ എന്നും പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മേ, ഈ പെരുന്നാളിൽ അമ്മ ഞങ്ങളോടൊപ്പമായിരുന്നു അമ്മയുടെ ഭാവം ഞങ്ങളുടെ ഉള്ളിലും ആക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ലോകം തരുന്ന ബഹുമാനത്തെക്കാൾ, ഗൃഹകാര്യങ്ങളെക്കാൾ, ധനമോഹങ്ങളെക്കാൾ, ഈ ലോകം തരുന്ന എല്ലാ ട്രാൻസിയന്റായ ഇമ്പങ്ങളെക്കാൾ കൂടുതൽ വിവേകമുള്ള നല്ല അമ്മമാരായി തീരുവാൻ എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല, നിങ്ങൾക്ക് പ്രഭാതം, എനിക്ക് രാത്രി 10 മണി, ഈ നല്ല ദിവസത്തിൽ പ്രത്യേകിച്ച് ഡോമിഷൻ ഓഫ് സെയിന്റ് മേരി, ശരിക്കും ഈ പെരുന്നാളിനായിട്ട് പള്ളിയിൽ ചെന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയും വഹിച്ചുകൊണ്ട് ദൂതന്മാർ, അതിനു മുൻപ് ദൂതന്മാരെല്ലാം ചുറ്റിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ ആ കട്ടിലിൽ പരിശുദ്ധ അമ്മയുടെ ആത്മാവ് പരിശുദ്ധ അമ്മ മരണപ്പെടുന്നതും ദൂതന്മാർ അടക്കം ചെയ്തതും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് മനസ്സിലൊന്ന് കാണണം. അതിനുശേഷം ഓയാറിലേക്ക് ദൂതന്മാർ കൊണ്ടുപോകുന്നത് നമ്മുടെ മാർത്തോമാ ശ്ലീഹ ഓയാറിൽ വെച്ച് കാണുന്നത് മനസ്സിൽ ധ്യാനിക്കണം. ഓയാറിൽ വെച്ച് റുമാലും ഉത്തരീയവും മാർത്തോമാ ശ്ലീഹായ്ക്ക് കൊടുക്കുന്നത് മനസ്സിലൊന്ന് ധ്യാനിക്കണം. മാർത്തോമാ ശ്ലീഹ തിരിച്ച് യെരൂശലേമിൽ ചെന്ന് പരിശുദ്ധ അമ്മയെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് മനസ്സിൽ സന്തോഷത്തോടെ ധ്യാനിക്കണം. ഇല്ല, ഞങ്ങൾ അവളെ അടക്കം ചെയ്തു എന്ന് ശിഷ്യന്മാർ പറയുന്നത് മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ കല്ലറ തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ ഇല്ല എന്നും പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ദൂതന്മാർ കൊണ്ടുപോയി എന്നുള്ളതും പിതാക്കന്മാർ പാടി പഠിപ്പിച്ചത് നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. ഈ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാള് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എല്ലാവിധ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അനുഗ്രഹവും നമുക്ക് കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിന് അവസരം തന്ന അതിന്റെ ചുമതലക്കാരോട്, എസ്പെഷ്യലി ഷീനയോടും ന്യൂജേഴ്സിന്ന് എന്നെ വിളിച്ച, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയി, ഉള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് സന്ദേശം നൽകി ഓപ്പണിംഗ് പ്രയർ നടത്തിയ എബിയച്ചൻ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എബിയച്ചനും സിജി കൊച്ചമ്മ എൻ്റെ ഒരു പേഴ്സണൽ നല്ല സുഹൃത്താണ്. കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനകത്ത് ഗാനങ്ങൾ ആലപിച്ചവര്, പ്രത്യേകിച്ച് ജെറിൽ, സുനു ചേച്ചിയുടെ മോള് എനിക്ക് നല്ല പരിചയമാണ്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പെരുന്നാള് അനുഗ്രഹത്തിനും വാഴ്വിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടെ നന്ദി എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഷീനയോടാണ് കേട്ടോ. ഷീന നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്നാണ് ഒരു ഫ്രൈഡേ പ്രയറിന് വേണ്ടിയൊക്കെ വിളിച്ചത്. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി എങ്ങനെ മാതാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കാം, ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രിയ മെർലിൻ കൊച്ചമ്മ. കൊച്ചമ്മയോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ MMVSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് അവിടെ MMVS ആനുവൽ കോൺഫറൻസിനെ കുറിച്ചാണ്. If you have not registered yet, please register as soon as possible. You'll have only limited time to close the registration, so please register as soon as possible. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. എക്സ്ക്യൂസ് മീ അച്ഛാ, ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ടുമോറോ ഈസ് അവർ MMVS ഡേ. എല്ലാ പള്ളികളിലും എല്ലാവരും ഭംഗിയായി അത് ആചരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. MMVS is an organization which is to continue and encourage and support one another. അതിനു വേണ്ടിയിട്ടുള്ളതാണ് MMVS. നമ്മൾ പരസ്പരം സഹായിക്കുന്നതിനും കരുതാനും ഉള്ളത്. It's not just an organization.
നമ്മളിങ്ങനെ കൂടി പിരിഞ്ഞു പോകാനുള്ളതല്ല. വി ഹാവ് ടു സെറ്റ് ourselves ആസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടു അതേഴ്സ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നാട്ടിലൊക്കെ പഴയ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ അറിയാം, പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം എന്തായിരുന്നു നമ്മുടെ ഓർഗനൈസേഷന്റെ ഉദ്ദേശം. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ ഒന്നിച്ചു ചേരാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ. അതിനുവേണ്ടി ആ സഭ ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് let us work together, let us encourage together, let us help each other with love and humility. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മോട്ടോ ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ പ്രകാശിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതിലൂടെയാ പ്രകാശിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പ്രകാശം ലോകത്തിന് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാവണം. MMBSന്റെ കോൺഫറൻസിൽ കഴിവുള്ളിടത്തോളം എല്ലാവരും ഒന്ന് സംബന്ധിക്കണം. അതൊരു ഇവന്റ് അല്ല. ദിസ് ഇസ് നോട്ട് ആൻ ഇവന്റ്. ഇത് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് ചേരാൻ, സാഹോദര്യ ബന്ധങ്ങളെ പുതുക്കാൻ, പുതിയ ആളുകളെ നമുക്ക് സ്നേഹിതരാക്കാൻ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ ഇതിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലേറ്റ് ടൈം ടു രജിസ്റ്റർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് പങ്കാളികളാകണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ABHനും ബഹുമാനപ്പെട്ട മാർലിൻ കൊച്ചുമേൽക്കോടി നമുക്ക് ലഭിച്ച ദൂതന് ദൈവത്തിന് നന്ദി പറയുകയും കൊച്ചുമയും കൊച്ചുമയുടെ കുടുംബത്തെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 11 ദിവസമാണ് മർത്തമറിയ സമാജത്തിന്റെ വകയായി നടന്ന ആ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ടതായ ഒരു കാര്യമായിരുന്നു. അത് വെറും ഒരു പ്രാർത്ഥനയായിരുന്നില്ല. പ്രത്യേകമായി അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയും ഇന്നത്തെ ഈ ദൂതിലും മറ്റുള്ളവരോട് കരുണയായിരിക്കാനും, മറ്റുള്ളവരോട് കലഹിക്കാതിരിക്കാനും, മറ്റുള്ളവരെ നമുക്കറിയാവുന്നത് പഠിപ്പിക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ദോഷം സഹിക്കാനും ഉള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല വചനങ്ങൾ, നല്ല നല്ല ദൂതുകൾ കേൾക്കുകയും ആ സമയത്ത് വളരെയധികം നമുക്ക് വളരെ ആഗ്രഹമാണ് ഇതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് വളരെ ആഗ്രഹത്തോടാണ് നാം ഇറങ്ങുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും അത് ആ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. അടുത്ത നിമിഷം ആകുമ്പോഴത്തേക്ക് വചനം എവിടെ വീണു എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ദൈവത്തിൻ്റെ ആ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസം MMBS ഡേ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 79 ഇയേഴ്സ് ആകുകയാണ്. എല്ലാത്തിനും ദൈവത്തിന് നമ്മൾ താണു വീണ് നന്ദി പറയേണ്ടതാണ്. ഇപ്പോഴാണ്ട് 120 പേര്, അന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന 120 പേര് നമുക്ക് തികഞ്ഞു. 120 കഴിഞ്ഞപ്പോൾ 125, 127 പേരൊക്കെ ഒരുമിച്ച് നമ്മൾ ഒരേ ആത്മാവിൽ കൂടി വന്നവരാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ഏറ്റവും നല്ല അവസരമാണ്. ദൈവനമ്പുരാനെ കഴിഞ്ഞ 14 ദിവസത്തിലെ 11 ദിവസവും വൈകുന്നേരത്ത് കൂടിയിരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നാം കേട്ടു. വീണ്ടും ദൈവത്തെ നന്ദി പറയുന്നു. നമ്മളൊക്കെ ഈ ലോകപ്രകാരം വിശുദ്ധിയിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വിശുദ്ധ മാതാവിനെ പോലെ വിശുദ്ധിയോടുകൂടി ഉയരത്തിലേക്ക് പോകാനും വിനയത്തോടെ ഉയരത്തിലേക്ക് പോകാനും ആത്മവിശ്വാസം വേണം. കോൺഫിഡൻ്റ് ആയിരിക്കണമെന്ന് പറയുമ്പോൾ ദൈവവിശ്വാസത്തിൽ കൂടിയുള്ള ആത്മവിശ്വാസത്തിലേക്ക് പോകണം എന്നൊക്കെ നമുക്ക് കേട്ടു. അതുപോലെ കവർ കളക്ഷനെ പറ്റി പറഞ്ഞപ്പം ഒരു സഹനം എടുത്തിട്ട് ആ കവർ കളക്ഷനും ചാരിറ്റി പ്രവർത്തനങ്ങളിലും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കാൻ എല്ലാത്തിനും ദൈവകൃപ ആവശ്യമാവും. നമുക്ക് താണിരിക്കാം, ദൈവസന്നിധിയിൽ ഒരുമിച്ച് താണിരിക്കാം. കുറവുകളേറ്റു പറയാൻ ദൈവനമ്പുരാനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെയും ദാനിയേലിന്റെ പ്രാർത്ഥനയും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള ഹാബേലിന്റെ കാഴ്ചയും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ കേട്ടു. ശിമെയോന്റെ പ്രാർത്ഥനയും എല്ലാം നമ്മൾ കേട്ടു. ഇതെല്ലാം ഒന്ന് വിലയിരുത്തിയാൽ
നമ്മൾ ഒരുപാട് ധന്യരായി. പ്രാർത്ഥനയെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മധ്യ കർത്താവുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം. അച്ഛൻ എപ്പോഴും പ്രാർത്ഥനയെ തുടങ്ങുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം മരിച്ചു പോയ, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാവരെയും സാന്നിധ്യം നാം ഉണ്ട്, സാന്നിധ്യമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നവരാകുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഭാവാധിപനെയെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും പരിശുദ്ധാത്മാ സഹായത്താൽ സഭയെ നയിക്കുവാനുള്ള കൃപ, എല്ലാവരും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. അഭിവന്യ യുവാനെ തിരുമേനിയെ സമർപ്പിക്കുന്നു. ഡയസിസിനെ പരിശുദ്ധാത്മ കൃപയെ നയിക്കാൻ കൃപ തലവേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ തിരുമേനിമാരെയും എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഇടവക പുരോഹിതന്മാര്, പ്രത്യേകിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെ ബിഷപ്പ് കാൻഡിഡേറ്റ്സിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ അവർ തെരഞ്ഞെടുക്കപ്പെടാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. മമ്മിയസ് കോൺഫറൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഏറ്റവും അനുഗ്രഹപ്രദമാകാൻ ഇടയാകണമെന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വീണ്ടും വളരെയധികം വിഷമമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വിധത്തിൽ കൂടെ ദൈവം ഒരുപാട് അനുഗ്രഹം തരുമ്പോൾ ഒരു വശത്തൂടെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. സ്വന്തം വീട്ടിൽ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു, യാതൊരു വിധത്തിലുള്ള ബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചു കേട്ടതുപോലെ അന്ത്യകാലത്ത് മക്കൾ അനുസരണമില്ലാത്തവരും സ്വസ്നേഹികളും അൻപ് പറയുന്നവരും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിച്ചിട്ട് വീണ്ടും നിരീശ്വരവാദികളാകുന്നു. യാതൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നവർ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നാം ഇരിക്കുന്നത്. കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടം നീക്കി രോഗം സൗഖ്യം മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ യാചിക്കാം. പൈങ്ങോലി ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛനെ ശുശ്രൂഷിക്കുന്ന എല്ലാവരും, ബെഞ്ചി അച്ഛനെ, TU ജേക്കബ് അച്ഛനെ ഓർത്ത്, മേരി കൊച്ചമ്മ, ജെറിൻ അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. ഒരു ലിവർ ലഭിച്ചോ എനിക്കറിയില്ല. ലിവർ ഒരു ഡോണറിനെ വേണ്ടി ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഡോണറായിട്ട് ഒരുങ്ങുമെങ്കിൽ അവർക്ക് നമുക്ക് പ്രാർത്ഥനയോടെ അന്വേഷിക്കാം. മെഡിക്കൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും മെഡിക്കൽ ടീമിനെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുര്യനച്ചാന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ അച്ചായൻ വീണ്ടും റീഹാബിലായിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ പോൾ കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രമണി രാജുവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ജോർജ് ഊട്ടി വേണ്ടി സ്തോത്രം ചെയ്യുന്നു. തൈലാഭിഷേകമൊക്കെ സ്വീകരിച്ച് സുഖം പ്രാപിച്ചു വരുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകം പേരുടെ റിക്വസ്റ്റുകളാണ്. ഇന്നുവരെയുള്ള എല്ലാ റിക്വസ്റ്റുകളും പ്രാർത്ഥനയോടെ ദൈവസന്നിധി വയ്ക്കും. നമ്മ ഒന്നും നേടാൻ വേണ്ടി വന്നതല്ല. ദൈവസന്നിധി നമ്മെ താഴ്ത്തി വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൊസ്മ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവഹിതത്തിനല്ല, നാം എഡിറ്റ് ചെയ്യാനോ അല്ല, പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലോട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നോക്കിക്കോളുന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട വാർദ്ധയായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിക്കുന്നു. ശോശാമ്മ, ചാണ്ടി, രമണി ഇവരെ എല്ലാം സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അനേകം പേർ ബർത്ത്ഡേ ആയിരുന്നവരുണ്ടാവും, അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്നവരെ സമർപ്പിക്കുന്നു. കഠിന പരീക്ഷകളിലാകപ്പെട്ട് ശ്വാസം വിട്ടുപോകാനിടയുള്ള തൂതയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. പ്രത്യേകിച്ച് നിഷ, ഷീജ അവരെ സമർപ്പിക്കുന്നു. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരെ, പ്രത്യേകിച്ച് ഇപ്പോഴും കാണാതായിട്ടുള്ള അനേകം മത്സ്യത്തൊഴിലാളികളൊക്കെ നാട്ടിലുണ്ട്. അവരെ നാച്ചുറൽ കലാമിറ്റീസ് എന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവിതം ത്യജിച്ചിട്ട് മറ്റു ജീവിതം രക്ഷപ്പെടുത്തിയ രാജേഷിനെ, ആത്മാവിനെ, ആ കുടുംബത്തെ ഓർക്കുന്നു. 3 ആത്മാക്കളെ രക്ഷിച്ച അഭിനോയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 3 പേർക്ക് വേണ്ടി ചാടി ഇറങ്ങി അവരെ രക്ഷപ്പെടുത്തി സ്വയവും രക്ഷപ്പെടാനിടയായ അഭിനോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കെവിൻ ആൻഡ് ആൻ, ഫിൽ ആൻഡ് റിയ, ആരോൺ ആൻഡ് അമാൻഡെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആശ്രയ, അഭയശില, കാരുണ്യനിലയം, ഹന്ന, ശാലയും, ധാരാളം വോളണ്ടറി സംഘടനകളുണ്ട്. എല്ലാവരെയും എല്ലാ സംഘടനകളെയും സമർപ്പിക്കുന്നു. അവർക്ക് ധനസഹായം ചെയ്യാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനുമുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതും വീണ്ടും നമുക്ക് ചെയ്യാവുന്ന സഹായം നമുക്ക് ചെയ്യുവാനും കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുള്ളവർക്ക് അതിനുള്ള മനസ്സ് കൊടുക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ തലകൾ വണക്കിയിരിക്കുന്ന ഓരോ വ്യക്തിയെയും, അവരുടെ സമാധാനം, ജീവിത പങ്കാളികൾ, കുഞ്ഞുമക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജനറേഷന് വേണ്ടി വീണ്ടും നമുക്ക് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ നിഷ്കളങ്കരാണ്. അവർ നമുക്ക് പോരാട്ട ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോട്
ആത്മീയ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. അവരുടെ ഭാവി അറിയാൻ വയ്യാതെ, അതേപോലെ തന്നെ ഡിപ്രഷനിലും സൂയിസൈഡിലും മാത്രമല്ല ഏത് ക്രൂര പ്രവൃത്തി ചെയ്യുന്നതിനും മടിയില്ലാത്തതായി പോകുന്നു. ഉപദേശവും നല്ല കാര്യം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. സ്വീകരിച്ചിട്ടും വീണ്ടും ദൈവസന്നിധിയിൽ വിട്ടുപോകുന്നവരായിത്തീരുന്നു. കണ്ണുനീരോടെ സമാരംഭങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സ്വയം നാം ശുദ്ധീകരിക്കപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട്. അവർക്ക് മാതൃകയായിരിക്കാത്ത നമ്മുടെ കുറവുകളും കണ്ണുനീരോടെ അപേക്ഷിച്ച് ആ കുറവുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കണ്ണീരിനെ മറികടക്കത്തില്ല. നമുക്ക് വിശ്വസിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2 അന്മാർ, 2 എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, ഹാന, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. കേരളയിൽ ഇവരെല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. ഡിഫറൻഷ്യലി ഏബിളായിട്ടുള്ള ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഇത് കാണുമ്പോഴും നമുക്ക് ധാരാളം സങ്കടം ഉണ്ടാകാറുണ്ട്. നമുക്ക് എല്ലാ വിധത്തിലും നാം പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് നമുക്ക് ദൈവസ്ഥലിൽ അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഡിഫറൻഷ്യലി ഏബിളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ പേരൻസിനെയും അവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലിരിക്കുന്ന എല്ലാ മക്കളും പാലിയേറ്റീവ് കെയർ യൂണിറ്റിലുള്ളവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറിയക്കുട്ടി, റാഹിൽക്കുട്ടി, മേരി കുര്യൻ, സാറാമ്മ ജോർജ്, ഇങ്ങനെ പ്രായത്തിലിരിക്കുന്ന എല്ലാ അമ്മമാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. അതേപോലെ തന്നെ ഭരണാധികാരികളോട് കരുണ ചെയ്യണമേ. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ അവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പീഡ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദീപ കൊച്ചുമ, റോഷ്നി കൊച്ചമ്മ ഓർത്ത് പ്രാർത്ഥന, ഷപ്പി ജോൺ, സൗമ്യ, ഷേബ, ഷെൽബി, ഷെമ, ഷെറിൻ, ശ്വേത, സിന്ധു, സിനി, സിസി, സ്മിത, സോണിയ, ധാരാളം മക്കളുണ്ട്. ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ വീണ്ടും സമർപ്പിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന ബ്ലസ്സി, സിറിൽ, സോഹൻ, സ്റ്റേസി, ജെറമി, കാരൽ, മിന്നു, താര, ടാഷ, ജഫോസൻ, മറിയ, ടിന, ടീച്ചർ, ധാരാളം മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും വിശ്വാസത്തോടെ സ്തോത്രത്തോടെ യാചിക്കുന്നു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഇരിക്കുന്ന ഡാർലെ ഒരു കുഞ്ഞുണ്ടായി ഓരോരുത്തർ സ്തോത്രം ചെയ്യുന്നു. അനില, ക്രിസ്റ്റ, ടെസി, ധന്യ, മെലീസ, ഇലിശുബ, ഫേബ ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥർ, വിധവമാർ, വിഭാര്യരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രത്യേകമായി അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ഇപ്പമുള്ള പർദീസയിൽ പാർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസസേൽ സാദയുടെ മാധ്യസ്ഥം, വന്ധ്യ യൗനാൻ ശാമുവേൽ റംബാച്ചന്റെ ആത്മാവിന് വേണ്ടി സമർപ്പിക്കുന്നു. എലിയാമ്മ, ഈപ്പൻ, കൊച്ചമ്മ, റേച്ചൽ ജോസഫ്, സി വി തോമസ്, മറിയാമ്മ തോമസ് ഇവരുടെ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ദൈവസ്ഥനെ സമർപ്പിക്കുന്നു. ഈ നോമ്പിൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ആലി സജു ആണ്. ആലി സജുവിനെയും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ദൈവസ്ഥനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ആലി സജു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തലകളെ വണക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, എപ്പോഴും നാളിതുവരെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് വേണ്ട ഉപദേശങ്ങൾ പറഞ്ഞു തന്ന പരിശുദ്ധാത്മാവേ, ഈ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പാട്ടിലൂടെ കേട്ടതും വചനത്തിലൂടെ കേട്ടതും കൊച്ചമ്മയുടെ ദൂതും കർത്താവേ, അച്ഛൻ്റെ പ്രസംഗവും എല്ലാം കർത്താവേ ഞങ്ങൾ കേട്ടുക. ദൈവമേ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഇതെല്ലാം ഇവിടെ തലവണങ്ങിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനായിട്ട് ആ ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് ഞങ്ങളുടെ സദ്യമജ്ജകളെ തുളച്ചു കയറ്റുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങനെ ഇപ്പോൾ ഈശോനോയ നോമ്പ് കർത്താവെ നടക്കുന്ന സമയത്ത് അതിൻ്റെതായ ഓരോ പ്രാർത്ഥനയും നോമ്പും എല്ലാം ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ വീടുകളിലും എല്ലാം കൊണ്ടാടുമ്പോൾ ദൈവമേ, ആ മാതാവിനെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനായിട്ടുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തെ വഹിക്കുന്നവരായിട്ട് കർത്താവെ, ശിമോൻ പറഞ്ഞതുപോലെ യേശുവാണ് എൻ്റെ അടിസ്ഥാനമെന്ന് ഇന്നത്തെ പാട്ടിൽ കേട്ടതുപോലെ കർത്താവെ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കി ദൈവമേ, നിന്റെ അവിശുദ്ധ നാട്ടിലേക്ക്
കുറേശ്ശെ വിശുദ്ധിയോടെ വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ കർത്താവെ നിന്റെ രക്തത്താൽ കർത്താവെ കഴുകി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പോൾ എലിസബത്ത് അമ്മാമ്മ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിന്റെ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ വെക്കുന്നു കർത്താവെ. ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ ആശിക്കുന്നു കർത്താവെ. ഈ സമയത്ത് നടക്കാനിരിക്കുന്ന MMVS കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വെറുതെ ഒരു MMVS മീറ്റിംഗ് അല്ലാതെ കർത്താവെ, ഇതിപ്പോൾ അച്ഛൻ ഓർപ്പിച്ചതുപോലെ പരസ്പരം സഹായിക്കുവാനും പരസ്പരം ഒന്ന് കൈത്താങ്ങാകുവാനുമുള്ള ഒരു സംഘടനയായിട്ട് ഇതിനെ വളർത്തണേ. അതിന് ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിനെ നീ സജ്ജമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും റോൾ എന്താന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദുഃഖങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരിൽ കാണുമ്പോഴും കേൾക്കുമ്പോഴും കർത്താവെ, അത് മാതാവ് കർത്താവെ മറ്റുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കിയതുപോലെ ഞങ്ങളുടെ റോള് മനസ്സിലാക്കി അതിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ടും ഞങ്ങളുടെ അത് നീ ഏൽപ്പിച്ചത് എന്താണെന്ന് ചെയ്യുവാനും അങ്ങനെ ദൈവത്തിന് ഹിതകരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാനും നാമം മാത്രം മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ എടുത്തുപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട്, ഞങ്ങളുടെ കുടുംബത്തിലൊരു ദൃഷ്ടാന്തമായിട്ട്, പള്ളികളിലും കർത്താവെ നിന്റെ ഹിതപ്രകാരം ചെയ്യുവാനായിട്ട് നീ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഞങ്ങളുടെ സഭയുടെ ഓരോ മേലധ്യക്ഷന്മാരെ ഓർക്കുന്നു, തെരുമേനിമാരെ ഓർക്കുന്നു ദൈവമേ, അച്ഛന്മാരെ ഓർക്കുന്നു ദൈവമേ. ഓരോ സഭയിലെ ആളുകളെ വേണ്ട വിധത്തിൽ നയിക്കുവാൻ വേണ്ട വിവേകം നീ അവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കും വേണ്ട വിവേകം തന്ന് ദൈവത്തെ വഹിക്കുന്നവരാക്കുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണേ. MMVS നടക്കാനിരിക്കുന്ന കോൺഫറൻസിനെ ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ തരുന്ന ദൈവമേ, അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ തരുന്നു. മെർലിൻ കൊച്ചമ്മയെ തരുന്നു. കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, പ്രാർത്ഥന നയിക്കുന്ന എലിസബത്ത് അമ്മാമ്മയെ ഓർക്കുന്നു കർത്താവെ. ഓരോ ആവശ്യങ്ങളും കർത്താവെ, ദുഃഖിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ അടുത്ത തലമുറയിലെ ഞങ്ങളുടെ പള്ളികളിലെല്ലാം ഉള്ള യങ്സ്റ്റേഴ്സിനെ നിന്റെ കരങ്ങളിൽ തരുന്ന ദൈവമേ, അവരെ കണ്ടുകൊണ്ട് ദൈവമേ, ഇത് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണെന്ന് പറയുവാൻ വേണ്ടി അവരെ വളർത്തുവാനായിട്ട് ഓരോ മാതാപിതാക്കളെ നീ എടുത്ത് ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ സകലതും കർത്താവെ നിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമീൻ. പാറകുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസും നാം എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിന്മേലും, നമ്മുടെ എല്ലാ ഇടവകളിന്മേലും, നടക്കാനിരിക്കുന്ന MMVS ആനുവൽ കോൺഫറൻസിന്റെ മേലും, നാളത്തെ MMVS ദിവസത്തിന്റെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഷീന. Good morning, everyone. On behalf of Southwest Diocese MMVS, Abby Achin, Shini, and myself, thank you to everyone who joined for the Friday prayer, especially as we celebrate MMVS Day tomorrow. First and foremost, we give thanks to Almighty God for His abundant grace and for bringing us together on this day. We are truly blessed to come together as sisters in Christ for prayer, fellowship, and spiritual nourishment. I would like to begin by expressing our heartfelt gratitude to our beloved Metropolitan, His Grace Dr. Thomas Marivanios, for his continued prayer, guidance, and support for our MMVS ministry. We are deeply grateful for his blessing and encouragement. We also extend our heartfelt thanks to Merlin Kochema for sharing today's devotional message. I always love listening to her short messages, which are beautifully enriched with meaningful stories and practical reflections. Her simple yet powerful way of sharing God's word always leave us with something to reflect upon and carry us with that. Thank you, Kochima, for blessing us with your message on this special MMVS Day. A sincere thanks to Anna Makurian, Marin Joseph, and Eliama Matthew for leading us in Bible reading. Sincere appreciation to Jaya Varghese and Gerald Joy for leading us with beautiful songs. And then a special word of thanks to
Ali Saju for leading us in intercessory prayers and bringing us our prayer requests before the Lord. Words are not enough for Elizabeth Auntie for coordinating Friday prayer every week. We are so thankful for you being part of this. Thank you to everyone who took time to join us through to our Zoom today. Your presence is a beautiful reflection of our unity as an MMBS family. On this MMBS Day, we would like to express our sincere appreciation to all the MMBS office bearers, unit leaders, and members for your prayers, dedication, and continued support. May our fellowship continue to grow stronger, and may each of us be inspired to serve the Lord and His church with love, humility, and commitment. The Samajam Day cover has been sent to each unit who have requested it. Sending contribution does not need a cover. This should be sent from each unit as one payment of contribution. This covers, this helps to support our ministry and various activities. It helps for our charitable work and spiritual programs that's being conducted by the diocese. Once again, on behalf of our diocese, Shini, Ebi Achin, and myself, we thank you all being part of this special day. You all have a wonderful and blessed day. Thank you.